റഷ്യയുടെ ഏറെ പ്രധാനപ്പെട്ട ഒരു നഗരം. അതുമാത്രമല്ല, കരിങ്കടലിൽ ഇപ്പോഴും റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു നോവറോസിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു മേഖല. ഇന്നലെ രാത്രി ഉക്രൈൻ ഇവിടെ നടത്തിയ വലിയൊരു ഡ്രോൺ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രദേശത്തുണ്ടായ പൊട്ടിത്തെറി എത്ര വലുതാണെന്ന് അറിയണ്ടേ? നാസയുടെ ഉപഗ്രഹങ്ങൾ വരെ ആ സ്ഫോടനത്തിന്റെ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് പിടിച്ചെടുക്കാനുള്ള തരത്തിൽ അത്രയേറെ ശക്തമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? റഷ്യയുടെ കരിങ്കടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണിത്. ക്രീമിയയ്ക്ക് ശേഷം കരിങ്കടലിൽ സൈനിക അധികാരം ഉറപ്പു നൽകുന്ന പ്രധാനപ്പെട്ട നാവിക താവളങ്ങളിൽ ഒന്നുമാണിത്. അതിനാൽ ആ സ്ഥലത്ത് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റഷ്യയ്ക്ക് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കൂടാതെ വലിയ തോതിലുള്ള ഇന്ധന സംഭരണ സ്റ്റേഷൻസും അവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ആക്രമണത്തിന് മറുപടി നൽകേണ്ടതും അത്യാവശ്യമാണല്ലോ. റഷ്യ ഇതിന് മറുപടി നൽകണമെന്നാണ് എല്ലാവരും കരുതിയത്. അതുപോലെ തന്നെ ആ ഒരു ആക്രമണം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റഷ്യ 18-ൽ കൂടുതൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനിലേക്ക് അയച്ചു. അതിൽ 4 ഹൈപ്പർസോണിക് മിസൈലുകൾ ഉക്രൈൻ തലസ്ഥാനത്തിന് നേരെ പതിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഉക്രൈൻ റഷ്യക്കെതിരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അറിയാം. ഇന്നലെ ഉക്രൈൻ 130-ലധികം ഡ്രോൺ ക്രസ്നദാർ മേഖലയിലേക്ക് മാത്രം അയച്ചു. കരിങ്കടലിനടുത്തുള്ള ഈ ഒരു പ്രദേശം റഷ്യക്ക് വളരെ തന്ത്രപ്രധാനമാണ്. ഇവിടെ 11 എണ്ണ ശുദ്ധീകരണശാലകളുണ്ട്. എല്ലാം റഷ്യൻ സൈനികരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. റഷ്യയുടെ വലിയൊരു സാമ്പത്തിക വരുമാനം ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടാതെ റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ഇന്ധന വിതരണത്തിനും ഇത് അനിവാര്യമായ ഒരു മേഖലയാണ്. കൂടാതെ റഷ്യയുടെ മിലിറ്ററി ഗ്രേഡ് ഇന്ധനം വലിയ വലിയ സംഭരണശാലകളിൽ മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. സാധാരണ ഫ്യൂവൽ സ്റ്റോറേജുകളെക്കാളും 4-5 മടങ്ങ് വലിപ്പമുള്ളതാണിവ. അതിനാൽ തന്നെ പാശ്ചാത്യ അതിർത്തി മേഖലകളിലേക്കും കടൽ മേഖലകളിലേക്കും ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഇന്ധന വിതരണം നടക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഉക്രൈൻ കഴിഞ്ഞ രാത്രിയിൽ ആ ഒരു പ്രദേശത്തെ ലക്ഷ്യം വെച്ച് ഒരു വലിയ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല. ഫ്ലമിംഗോ മിസൈലാണോ ഉപയോഗിച്ചതെന്നും വ്യക്തമല്ല. ക്രോസ്നദാർ മേഖലയിലെ 19 സ്ഥലങ്ങളിൽ സ്ഫോടനമുണ്ടായതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ആക്ടിവേറ്റ് ആവുകയും ചെയ്തു. പല ഡ്രോൺസിനെയും വെടിവെച്ച് തകർത്തു. പക്ഷേ ഒരേ സമയം വലിയ തോതിൽ ഡ്രോൺസ് വന്നതിനാൽ ചിലത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ട്. അവ ഉണ്ടാക്കിയ നാശവും വലുത് തന്നെയായിരുന്നു. റഷ്യയുടെ വലിയ ഫ്യൂവൽ സ്റ്റോറേജ് ഡെപ്പോയാണ് അവിടെ നശിച്ചതെന്ന വിവരങ്ങളും ഉണ്ട്. റഷ്യ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ തെളിവുകളെല്ലാം ജിയോലൊക്കേറ്റ് ചെയ്ത് ഈ ഒരു സംഭവം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് അന്തിമ സ്ഥിരീകരണം നൽകിയത് നാസയുടെ ഉപഗ്രഹമാണ്. വലിയ തീപിടുത്തത്തിന്റെ ഇൻഫ്രാറെഡ് ഹീറ്റ് സിഗ്നേച്ചേഴ്സ് വരെ സാറ്റലൈറ്റ്സ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയ നാശമാണ് സംഭവിച്ചത്. മരണനിരക്കുകൾ, നഷ്ടങ്ങളെക്കുറിച്ചൊന്നും റഷ്യ വിവരങ്ങൾ നൽകിയില്ല. പക്ഷെ തന്ത്രപരമായ റഷ്യക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം റെഡി ടു യൂസ് റിഫൈൻഡ് ഫ്യൂവലുകളാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. ഇത് നശിച്ചതോടുകൂടി ഫ്രണ്ട് ലൈൻ സപ്ലൈ ചെയിനിൽ വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി വന്ന വിവരം ഒരു S-300 യൂണിറ്റും അവിടെ നശിച്ചിരിക്കാം എന്നാണ്. 2 വലിയ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായതായാണ് റിപ്പോർട്ട്. അവിടെ നടന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് ഇന്ധന സംഭരണശാലകൾക്ക് നേരെ ഉണ്ടായ ആ ഒരു സ്ട്രൈക്ക്. അതിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറി നോക്കിയാൽ ഡ്രോൺസ് തകർന്ന് വീണപ്പോഴുണ്ടായ സാധാരണ സ്ഫോടനങ്ങളെ പോലെയാണ് തോന്നിയത്. ഒരു S-300 സിസ്റ്റം നശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് വലിയൊരു സെക്കൻഡറി എക്സ്പ്ലോഷൻ ഉണ്ടാകണമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും അവിടെ വ്യക്തമായി കാണാനായില്ല. അതിനാൽ ഇന്ധന ഡിപ്പോയ്ക്കുണ്ടായ ആ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ S-300 കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. എങ്കിലും റഷ്യക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. സമീപകാലത്ത് ഈ പോക്രോവോസ് മേഖലയിൽ റഷ്യൻ മുന്നേറ്റം ഉക്രൈന് വലിയൊരു സമ്മർദ്ദം തന്നെ നൽകിയിട്ടുണ്ട്. അതാണ് സത്യം. അതിന് മറുപടിയായി ഉക്രൈൻ ഇങ്ങനൊരു വലിയ ആക്രമണം നടത്തിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ റഷ്യയും അവിടെ തീർച്ചയായും തിരിച്ചടി നൽകിയിട്ടുണ്ട്. സാധാരണ റഷ്യ ഒരു ആക്രമണം നേരിടുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു 50-60 മിസൈലുകളെ എടുത്ത് അവർക്ക് നേരെ എറിയും. ഇതാണ് സാധാരണ റഷ്യ ഒരു പ്രതികാര ആക്രമണമായി ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ ഉക്രൈൻ ഈ ഒരു ആക്രമണം നടത്തി അടുത്ത 1 മണിക്കൂറിൽ തന്നെ റഷ്യ ഹൈപ്പർസോണിക് ഇസ്കാന്ദർ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇന്നലെ മൊത്തം കുറഞ്ഞത് 18 പ്രൊജക്ടൈൽസ് ലക്ഷ്യസ്ഥാനത്ത് വന്നുവെന്നാണ് രേഖകൾ വരുന്നത്. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് മാത്രമാണ് 18. ഒരുപാടിടങ്ങളിൽ ഒരുപാട് മിസൈൽസിന് ഡിഫണ്ട് ചെയ്തുവെന്നും പറയുന്നു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
2 വരുന്ന എണ്ണത്തിൽ കിൻസാർ ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക് പ്രൊജക്ടൈൽസ് ഞങ്ങൾക്ക് നേരെ ഫയർ ചെയ്തിട്ടുണ്ടെന്ന്. സാധാരണ എപ്പോഴും കീവിന് നേരെ റഷ്യ ഒരു ആക്രമണം നടത്തുമ്പോൾ 1 or 2 മാക്സിമം 2 ഹൈപ്പർസോണിക് മിസൈൽസ് വരെയാണ് ഇതുവരെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതും കീവിന്റെ ഔട്ടേൺ സ്കേർട്സിലുള്ള ആ പ്രവശ്യയ്ക്ക് പുറത്തുള്ള തെർമൽ പവർ പ്ലാന്റ്സിനെയും പവർ സ്റ്റേഷൻസിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ടാർഗറ്റ്സ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആദ്യമായി കീവിനുള്ളിൽ തന്നെ ഈ മിസൈലുകൾ വന്ന് പൊട്ടിത്തെറിച്ചു. 5 പേരോളം മരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് 4 പേർ മരിച്ചതായും പിന്നീട് ആശുപത്രിയിൽ ഒരാൾ മരിച്ചുവെന്നും ഔദ്യോഗികമായി ഉക്രൈന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഉക്രൈൻ വാ തുറന്നിട്ടില്ല. അത്ര വലിയ നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട്. ഇത്തവണ റഷ്യ തിരിച്ചടി നൽകിയതും ഉക്രൈന്റെ പവർ ഗ്രിഡ്സിലാണ്. റഷ്യയുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഉക്രൈൻ ആക്രമിച്ചത്. അതിന് മറുപടിയായി റഷ്യ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെപ്പോയും എയർബേസിലും ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല. റഷ്യയ്ക്ക് അത് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ഇത്തവണ ഉക്രൈന്റെ എനർജി സിസ്റ്റത്തെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. 2 ദിവസം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ കടുത്ത മൂടൽമഞ്ഞും കനത്ത തണുപ്പും കാരണം യുദ്ധഭൂമിയിലെ ദൃശ്യസാധ്യത വളരെ മോശമാണ്. താപനില മനുഷ്യരെ കൊന്നുകളയുന്ന തരത്തിലേക്കാണ് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ളത്. എല്ലാം കണക്കാക്കി നോക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ഉക്രൈനും റഷ്യയ്ക്കും തന്ത്രപരമായി വളരെ കഠിനമായ ഘട്ടത്തിലാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ ഒരു ആക്രമണം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് അവർ കാണുന്നത്. എയർബേസിനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളത് റിക്കവർ ചെയ്യും. അമ്മുനേഷൻ ഡെപ്പോ ആക്രമിച്ചാൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങൾക്കത് നൽകും. അപ്പോൾ ഇതിനെയൊക്കെ ആക്രമിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എവിടെ അടിച്ചാലാണോ വേദനിക്കുന്നത് അവിടെ തന്നെ ആക്രമിക്കണം. അങ്ങനെ എനർജി ഗ്രിഡിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതും തലസ്ഥാനത്തിൽ സപ്ലൈ കൊടുക്കുന്ന റൂട്ട്സിലേക്ക് തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനകം ഉക്രൈന്റെ 70% പ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവരുടെ ബാക്കപ്പ് എല്ലാം വെച്ചുകൊണ്ട് കീവിന് ആവശ്യമായ ലൈറ്റും അവശ്യ വസ്തുക്കളും മാത്രമെങ്കിലും കൊടുക്കാൻ ഉക്രൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതും തകരുന്ന രീതിയിലാണ് ഈ ഒരു പുതിയ ആക്രമണം നടന്നിരിക്കുന്നത്. ആകെ എത്ര പ്രൊജക്ടൈൽസ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷേ 18 ഇടങ്ങളിൽ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. അതിൽ പലതും ഹൈപ്പർസോണിക് മിസൈലുകളാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. റഷ്യ ഇത്ര വേഗം ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയ്ക്ക് ലഭിച്ച ആഘാതം അത്യന്തം ഗുരുതരമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഉക്രൈനും ഇപ്പോൾ മാർഗമില്ല. ഡെസ്പറേറ്റീവ് മൂവ്. മറ്റൊരു മാർഗമില്ലാതെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അത്രത്തോളമാണ് ഈ പോക്രോവോസ്കിൽ അവർ ഭീമമായ നഷ്ടം നേരിടുന്നത്. അവിടെ ഉണ്ടാകുന്ന നഷ്ടത്തെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ അവർ ഒരുപാടിടങ്ങളിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയും ഉക്രൈൻ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 80-85% പ്രദേശങ്ങളോളം റഷ്യൻ നിയന്ത്രണത്തിലാണ് എന്ന് സത്യമാണ്. മെനോഗ്രേഡ് ഇതിനകം തന്നെ വീണു. ഈ ഒരു നഷ്ടം മറയ്ക്കാൻ ഉക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ആക്രമണം നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ റഷ്യയെ 1 ഇഞ്ച് പോലും പിന്നിലേക്ക് കൊണ്ടുപോകാൻ ഇവയൊന്നും സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ എടുക്കുന്ന ഓരോ തീരുമാനവും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നുണ്ട്. ഇത് തീർത്തും നമുക്കവിടെ വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അറിയാവുന്നിടത്തോളം റെക്കോർഡ് നമ്പർ ഹൈപ്പർസോണിക് മിസൈലാണ് ആദ്യമായി 2022 ശേഷം ഇത്രയധികം റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.